Hi all, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഷീൻ സൈക്കിൾസ് ഓഫ് 8085. ഓക്കെ, സോ 8085ന് ടോട്ടലായിട്ട് 7 മെഷീൻ സൈക്കിൾസ് ആണുള്ളത്. പക്ഷേ ബേസിക് ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ അതിൽ 5 ബേസിക് മെഷീൻ സൈക്കിൾസ് ആണ് നമ്മൾ എപ്പോഴും പറയാറ്. ഓക്കെ, അതായത് ഓപ്കോഡ് ഫെച്ച് സൈക്കിൾ, മെമ്മറി റീഡ് സൈക്കിൾ, മെമ്മറി റൈറ്റ് സൈക്കിൾ, ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ് സൈക്കിൾ ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ് സൈക്കിൾ. ഈ 5 എണ്ണമാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള മെഷീൻ സൈക്കിൾ. അത് കൂടാതെ 2 മെഷീൻ സൈക്കിൾ കൂടി ഉണ്ട്. ഒന്ന് ഇൻറപ്റ്റ് അക്നോളജ് സൈക്കിൾ ആൻഡ് ബസ് ഐഡിൽ സൈക്കിൾ. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ മെഷീൻ സൈക്കിളൊക്കെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബേസിക് ആയിട്ടുള്ള 5 മെഷീൻ സൈക്കിളിൽ ആണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്കോഡ് ഫെച്ച് സൈക്കിളിന് 4 ടി സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ 6 ടി സ്റ്റേറ്റ്സ് ആണ് ഉണ്ടാവുക. മെമ്മറി റീഡ് സൈക്കിളിന് 3 ടി സ്റ്റേറ്റ്സ്, മെമ്മറി റൈറ്റ് സൈക്കിളിന് 3 ടി സ്റ്റേറ്റ്സ്, ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ് സൈക്കിളിന് 3 ടി സ്റ്റേറ്റ്സ്, ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ് സൈക്കിളിന് 3 ടി സ്റ്റേറ്റ്സ്, ഇൻറപ്റ്റ് അക്നോളജ് സൈക്കിളിന് 6 ടി സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ 12 ടി സ്റ്റേറ്റ്സ് വരാം. ബസ് ഐഡിൽ സൈക്കിളിന് 2 ടി സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ 3 ടി സ്റ്റേറ്റ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട 5 മെഷീൻ സൈക്കിൾ, അതായത് ഓപ്കോഡ് ഫെച്ച്, മെമ്മറി റീഡ്, മെമ്മറി റൈറ്റ്, ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ്, ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക് ആയിട്ട് പഠിക്കേണ്ട മെഷീൻ സൈക്കിൾസ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഈ മെഷീൻ സൈക്കിൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റാറ്റസ് സിഗ്നൽസും അതുപോലെ തന്നെ കൺട്രോൾ സിഗ്നൽസും എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, സോ ഓപ്കോഡ് ഫെച്ച് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? ഓപ്കോഡ് ഫെച്ച് എന്ന് പറഞ്ഞ ഒരു മെമ്മറി ഓപ്പറേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ബാർ മെമ്മറി എന്ന് പറഞ്ഞാൽ അത് 0 ആവുന്ന സമയത്ത് നമ്മൾ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ആക്റ്റീവ് ലോ എന്ന് പറഞ്ഞാൽ മെമ്മറിന്റെ പിന്നാണ് അല്ലേ. അപ്പോൾ 0 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മെമ്മറി ഓപ്പറേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഓപ്കോഡ് ഫെച്ച് മെമ്മറി ഓപ്പറേഷൻ ആണ്. ഓക്കെ, പിന്നെ സ്റ്റാറ്റസ് സിഗ്നൽസ് അത് നിങ്ങൾ 1 1 ആണ് സ്റ്റാറ്റസ് സിഗ്നൽസ്. S0യും 1, S1ഉം 1, ഇതാണ് സ്റ്റാറ്റസ് സിഗ്നൽസ് ഉണ്ടാവുക ഓപ്കോഡ് ഫെച്ച് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ഇനി ഓപ്കോഡ് ഫെച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആക്ച്വലി അതൊരു റീഡ് ഓപ്പറേഷൻ ആണ്. അതുകൊണ്ട് നമ്മൾ റീഡ് എന്നുള്ളത് ആക്റ്റീവ് ലോ പിൻ ആയതുകൊണ്ട് റീഡ് ഓപ്പറേഷൻ ആയതുകൊണ്ട് ഇവിടെ 0 ആണ് വരിക. റൈറ്റ് അല്ല, ഇൻറപ്റ്റ് അക്നോളജും അല്ല. ഓക്കെ, അപ്പോൾ അതൊരു റീഡ് ഓപ്പറേഷൻ ആണ് ബേസിക്കലി. അതുകൊണ്ടാണ് നമ്മൾ റീഡ് എന്നുള്ള പിന്നെ ആക്റ്റീവ് ലോ ആയിട്ട് നിൽക്കുന്നത്, 0 ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, ടു ഇൻഡിക്കേറ്റ് ദാറ്റ് ഇറ്റ് ഇസ് എ റീഡ് ഓപ്പറേഷൻ. ഇനി മെമ്മറി റീഡ് നോക്കിക്കഴിഞ്ഞാൽ മെമ്മറി റീഡ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ആണോ മെമ്മറി ഓപ്പറേഷൻ ആണോ? മെമ്മറി ഓപ്പറേഷൻ ആണ്. അപ്പോൾ നമ്മളിവിടെ എന്താ വരിക? ആക്റ്റീവ് ലോ ആയതുകൊണ്ട് ഇവിടെ 0 ആണ് വരിക. ടു ഇൻഡിക്കേറ്റ് ദാറ്റ് ഇറ്റ് ഇസ് എ മെമ്മറി റീഡ് ഓപ്പറേഷൻ, മെമ്മറിയിൽ നടക്കുന്ന ഓപ്പറേഷൻ ആണ്. ഓക്കെ, ഇനി സ്റ്റാറ്റസ് സിഗ്നൽസിൻ്റെ S1 1 ആയിരിക്കും, S0 എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, റീഡ് ഓപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ റീഡ് ഓപ്പറേഷൻ്റെ പിന്നെ എന്തായിരിക്കും? 0 ആയിരിക്കും. ടു ഇൻഡിക്കേറ്റ് ദാറ്റ് ഇറ്റ് ഇസ് എ റീഡ് ഓപ്പറേഷൻ. ഓക്കെ, ഇതൊക്കെ ആക്റ്റീവ് ലോ ഇൻപുട്ട് ആയതുകൊണ്ടാണ്, ആക്റ്റീവ് ലോ പിൻസ് ആയതുകൊണ്ടാണ് നമ്മൾ 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? റീഡ് ഓപ്പറേഷൻ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അല്ലാണ്ട് റൈറ്റ് ഓപ്പറേഷനും അല്ല, ഇൻറപ്റ്റും അല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഈസ് മെമ്മറി റൈറ്റ്. മെമ്മറി റൈറ്റ് എന്ന് പറഞ്ഞ സമയത്തും ഇത് എന്ത് ഓപ്പറേഷൻ ആണ്? മെമ്മറി ഓപ്പറേഷൻ ആണ്. സോ നമ്മൾ എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യണം? 0 ഇൻഡിക്കേറ്റ് ചെയ്യണം. സ്റ്റാറ്റസ് സിഗ്നൽസ് എന്താണ്? 0യും 1ഉം ആണ് വരിക. റൈറ്റ് ആയതുകൊണ്ട് റീഡ് എന്തായിരിക്കും? ഹൈ ആയിരിക്കും, ഇൻറപ്റ്റും ഹൈ ആയിരിക്കും. എന്ത് മാത്രമേ ലോ ഉണ്ടാവുള്ളൂ? റൈറ്റ് ഓപ്പറേഷൻ മാത്രമേ ലോ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ്. ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഹൈ 1 ആണ് വരേണ്ടത്. മെമ്മറി ആണെങ്കിലാണ് എന്ത് ചെയ്യേണ്ടത്? 0 ഇടുക അല്ലേ. ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ആയതുകൊണ്ട് ഇവിടെ ഹൈ വരും. പിന്നെ സ്റ്റാറ്റസ് സിഗ്നൽസ് എന്താണ്? S1 1ഉം S0 0യും ആണ്. ഓക്കെ, റീഡ് ഓപ്പറേഷൻ ആയതുകൊണ്ട് റീഡിൻ്റെത് മാത്രം എന്ത് വരും? 0 വരും. ബാക്കി രണ്ടും എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ഇനി ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ്. ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ബാർ മെമ്മറി ഓപ്പറേഷൻ അല്ലേ. IO ബാർ M ബാറിൻ്റെ എന്തായിരിക്കും ഉണ്ടാവുക? ഹൈ ആയിരിക്കോ ലോ ആയിരിക്കോ? അത് ഹൈ ആയിരിക്കും. ടു ഇൻഡിക്കേറ്റ് ദാറ്റ് ഇറ്റ് ഇസ് എൻ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഇവിടെ എന്തായിരിക്കും? ഹൈ ആയിരിക്കും ഉണ്ടാവുക. ഇനി സ്റ്റാറ്റസ് സിഗ്നൽസ് S1 0യും S0 എന്തായിരിക്കും? 1ഉം ആയിരിക്കും. റൈറ്റ് ഓപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ റീഡിൽ എന്തായിരിക്കും? ഹൈ ആയിരിക്കും. റൈറ്റിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ലോ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ബേസിക് ആയിട്ടുള്ള മെഷീൻ സൈക്കിളിൽ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന 5 മെഷീൻ സൈക്കിളും നമ്മൾ ഈ സ്റ്റാറ്റസ് സിഗ്നൽസും IO ബാർ M ബാറിൻ്റെ വാല്യൂസൊക്കെ നമ്മൾ എഴുതേണ്ടി വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു ടേബിൾ നല്ല വൃത്തിക്ക് പഠിക്കുക. ഇനി നമുക്ക് വേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അഡ്രസ് ലാച്ച് എനേബിൾ. ഓക്കെ, അഡ്രസ് ലാച്ച് എനേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ കൺട്രോൾ സിഗ്നൽ വിച്ച് ഇസ് നത്തിങ് ബട്ട് എ പോസിറ്റീവ് ഗോയിങ് പൾസ് ജനറേറ്റഡ് വെൻ എ ന്യൂ ഓപ്പറേഷൻ ഈസ് സ്റ്റാർട്ടഡ് ബൈ ദ മൈക്രോ പ്രൊസസർ. ഒരു മൈക്രോ പ്രൊസസർ പുതിയൊരു ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രോൾ സിഗ്നലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡ്രസ് ലാച്ച് എനേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ALE is a control signal which is nothing but a positive going pulse generated when a new operation is started by the microprocessor. So when pulse goes high, ALE value high എന്ന് പറയുന്നതിന്റെ അർത്ഥം it makes address bus enabled, and when ALE equal to 0 എന്താ സംഭവിക്കുക? It means low pulse
അതായത് ALE 0 ആണെങ്കിൽ ഇറ്റ് മേക്സ് ഡാറ്റാ ബസ് എനേബിൾ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമുക്ക് മൾട്ടിപ്ലക്സ്ഡ് ആയിട്ടുള്ള പിൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അഡ്രസ്സും ഡാറ്റയും കൂടി മൾട്ടിപ്ലക്സ്ഡ് ആയിട്ടുള്ള പിൻസ് AD0 to AD7 നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ALEന്റെ വാല്യൂ ഹൈ ആണെങ്കിൽ നമുക്കതിനെ അഡ്രസ് ബസ്സായിട്ട് യൂസ് ചെയ്യാം. ഇനി അതിന്റെ വാല്യൂ ലോ ആണെങ്കിൽ, ALEയുടെ വാല്യൂ ലോ ആണെങ്കിൽ നമുക്കതിനെ ഡാറ്റാ ബസ്സായിട്ടും യൂസ് ചെയ്യാം. അതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്, ലാച്ച്. ഓക്കെ, സോ സം ICs ഓവർലാപ്പ് അഡ്രസ് ബസ് ആൻഡ് ഡാറ്റാ പിൻസ് ടു മിനിമൈസ് ദ നമ്പർ ഓഫ് പിൻസ് നീഡഡ്. നമുക്ക് അറിയുന്ന കാര്യമാണ് അഡ്രസ് ബസ്സും ഡാറ്റാ ബസ്സും എന്താണ്, മൾട്ടിപ്ലക്സ് ആണ് ഇൻ 8085. ദാറ്റ് മീൻസ് വൺ പിൻ ക്യാൻ ബി യൂസ്ഡ് ആസ് എൻ അഡ്രസ് പിൻ ഓർ ആസ് എ ഡാറ്റാ പിൻ ഡിപ്പെൻഡിങ് ഓൺ ദ കറന്റ് സ്റ്റേറ്റ് ഓഫ് ദ ബസ്. Okay, so for the logic to work properly, address value should be present for the whole read അല്ലെങ്കിൽ write operation. അപ്പോൾ നമ്മളിപ്പോൾ ഒരു റീഡോ റൈറ്റോ ഓപ്പറേഷൻ പെർഫോം ചെയ്യാണ്. സ്റ്റാർട്ടിങ്ങിൽ അഡ്രസ് ബസ് ആയിട്ട് ആക്ട് ചെയ്ത സംഭവം രണ്ടാമത് ഡാറ്റാ ബസ് ആവുന്ന സമയത്ത് നമുക്ക് അഡ്രസ് എവിടെ ലോസ്റ്റ് ആവാൻ പാടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആ അഡ്രസ് ബസ് അതായത് ALE ഹൈ ആയിരുന്ന സമയത്ത് എന്താ ഉണ്ടായിരുന്നത്, അത് നമ്മുടെ അഡ്രസ് ബസ് ആയിട്ടാണ് നമ്മൾ AD0 to AD7 നമ്മൾ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള അഡ്രസ് നമുക്ക് എന്ത് ചെയ്യണം, ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യണം. എപ്പോൾ ആ അഡ്രസ് ബസ് ഡാറ്റാ ബസ് ആയിട്ട്, അതായത് ALE ലോ ആവുന്ന സമയത്ത് അഡ്രസ് ബസ് എന്തായിട്ട് ആക്ട് ചെയ്യും, ഡാറ്റാ ബസ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ മെമ്മറി രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ലാച്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, so ALE signal stores the pins state into internal address registers or latches of this IC. Okay, after that the bus can be switched to deliver data on the same pins that was used to carry the address a moment ago. Okay, അപ്പോൾ തൊട്ട് മുന്നേ അഡ്രസ്സ് ക്യാരി ചെയ്തുകൊണ്ടിരുന്ന പിൻസിനെ നമുക്ക് എന്താക്കി ഉപയോഗിക്കാം, ഡാറ്റാ ബസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ആ സമയത്ത് എന്ത് ചെയ്യും, അഡ്രസ്സ് എവിടെ സ്റ്റോർ ചെയ്യും, ഒരു മെമ്മറി രജിസ്റ്റർ അതായത് ലാച്ചസിലാണ് ആ സമയത്ത് അഡ്രസ്സ് സ്റ്റോർ ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ടി സ്റ്റേറ്റ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ടി സ്റ്റേറ്റ്സിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് ഒരു ടി സ്റ്റേറ്റ്. ഓക്കെ, വൺ ടി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയാണ് ഒരു ടി സ്റ്റേറ്റ്. ഇതിനെ നമ്മൾ ഫാളിംഗ് എഡ്ജ് അല്ലെങ്കിൽ നെഗറ്റീവ് എഡ്ജ് എന്ന് പറയാം. ഈ എഡ്ജിന് നമ്മൾ എന്താ പറയാ, റൈസിംഗ് എഡ്ജ് അല്ലെങ്കിൽ പോസിറ്റീവ് എഡ്ജ് ആണെന്നാണ് നമ്മൾ പറയാം. ഓക്കെ, ഇനി നമുക്ക് ആദ്യം തന്നെ ഓപ്കോഡ് ഫെച്ച് മെഷീൻ സൈക്കിൾ ഓഫ് 8085 ആണ് ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈച്ച് ഇൻസ്ട്രക്ഷൻ ഓഫ് ദ processor has 1 byte opcode. Okay, ഈ opcodes എവിടെയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്, they are stored in the memory and the opcode fetch machine cycle is executed by the processor to fetch the opcode from the memory. Okay, അതുകൊണ്ട് തന്നെ every instruction starts with opcode fetch machine cycle. Okay, so the time taken by the processor to execute the opcode fetch cycle is either 4 t states ഓ അല്ലെങ്കിൽ 6 t states ഓ ആവാം. Okay, in this time the first 3 t states are used for fetching the opcode from the memory and the remaining t states are used for internal operations by the processor. Okay, അപ്പോൾ opcode fetch machine cycles ൽ എത്ര t states വരാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, 4 t states ഓ അല്ലെങ്കിൽ 6 t states ഓ വരാം. ഓക്കെ, ഇതിൽ ആദ്യത്തെ 3 t states എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഫോർ ഫെച്ചിങ് ദ ഓപ്കോഡ് ഫ്രം ദ മെമ്മറി ആൻഡ് ദ റിമൈനിങ് t states ആർ യൂസ്ഡ് ഫോർ ഇന്റേണൽ ഓപ്പറേഷൻ ബൈ ദ പ്രൊസസർ. അപ്പം നമ്മൾ ഇവിടെ കാണിച്ചിട്ടതിൽ 4 t states ഉള്ളൂ. അതിൽ 3 t states ആണ് എന്തിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്, ഫോർ ഫെച്ചിങ് ദി ഓപ്കോഡ് ഫ്രം ദ മെമ്മറി. റിമൈനിങ് t state നമ്മൾ എന്തിനാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ഫോർ ദ ഇന്റേണൽ ഓപ്പറേഷൻസ് ബൈ ദ പ്രൊസസർ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്കിത് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ 4 t സ്റ്റേറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ക്ലോക്ക് വെച്ചിട്ട് 4 t സ്റ്റേറ്റ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അറ്റ് ദ ഫാളിംഗ് എഡ്ജ് ഓഫ് ദ ഫസ്റ്റ് t സ്റ്റേറ്റിന്റെ ഫാളിംഗ് എഡ്ജിൽ എന്താ സംഭവിക്കുന്നത്, ദ മൈക്രോ പ്രൊസസർ ഔട്ട്പുട്ട് ദി ലോ ബൈറ്റ് അഡ്രസ് ഓൺ AD0 to AD7. അതായത് AD0 to AD7 നമ്മൾ എന്ത് ചെയ്യുന്നു, ലോ ബൈറ്റ് അഡ്രസ് ആണ് നമ്മൾ ഔട്ട്പുട്ട് ചെയ്യുന്നത്. ഓക്കെ, അറ്റ് ദ ഫാളിംഗ് എഡ്ജ് ഓഫ് ദ ഫസ്റ്റ് t സ്റ്റേറ്റ് ദാറ്റ് ഇസ് T1 നമ്മൾ എന്താ ചെയ്യുന്നത്, ദ മൈക്രോ പ്രൊസസർ ഔട്ട്പുട്ട് ദി ലോ ബൈറ്റ് അഡ്രസ് ഓൺ AD0 to AD7 ലൈൻസ് ആൻഡ് ഹൈ ബൈറ്റ് അഡ്രസ് എവിടെ സ്റ്റോർ ചെയ്യുന്നു, A8 to A15 ലൈൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് ഈ ഒരു സമയത്ത് നമ്മൾ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, അഡ്രസ് ബസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ALE എന്തായിരിക്കണം, ഹൈ ആയിരിക്കണം. ഓക്കെ, സോ ALE is asserted high to enable the external address latch. ഓക്കെ, ദ അതർ കൺട്രോൾ സിഗ്നൽ എന്തായിരിക്കും ഉണ്ടാവുക, നമുക്കറിയാം ഓപ്കോഡ് ഫെച്ച് മെഷീൻ സൈക്കിളിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, IO/M bar എന്തായിരിക്കും ഉണ്ടാവുക, 0 ആയിരിക്കും ഉണ്ടാവുക. to indicate that it is ഒരു മെമ്മറിയിൽ നടക്കുന്ന ഓപ്പറേഷൻ ആയതുകൊണ്ട് എന്താ ഉണ്ടാവുക, IO/M bar is equal to 0. സ്റ്റാറ്റസ് സിഗ്നൽസിന്റെ വാല്യൂ എന്തായിരിക്കും ഉണ്ടാവുക, S0 equal to 1ഉം S1 equal to 1ഉം ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടി സ്റ്റേറ്റിന്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ആദ്യത്തെ ടി സ്റ്റേറ്റിന്റെ ഫാളിംഗ് എഡ്ജ് ഓഫ് ദ ഫസ്റ്റ് ടി സ്റ്റേറ്റിൽ മൈക്രോ പ്രൊസസർ ഔട്ട്പുട്ട് ദ ലോ ബൈറ്റ് അഡ്രസ് ഓൺ ടു AD0 to AD7 lines and high byte address A8 to A15 lines. Okay,
ആ സമയത്ത് ALE നമ്മൾ എന്ത് ചെയ്തു, ഇറ്റ് ഈസ് അസേർട്ടഡ് ഹൈ. ഓക്കെ, ആ സമയത്തുള്ള സ്റ്റാറ്റസ് സിഗ്നൽസ് ആണ് ഇവിടെ നമ്മൾ കാണിച്ചിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ്, അറ്റ് ദ മിഡിൽ ഓഫ് T1 ആയ സമയത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു, ALE ഈസ് അസേർട്ടഡ് ലോ. അപ്പൊ എന്താ സംഭവിക്കുക, നമുക്ക് ഇനി ആ അഡ്രസ് ബസ് എന്തായിട്ട് ആക്ട് ചെയ്യിപ്പിക്കാം, ഡാറ്റ ബസ് ആയിട്ട് ആക്ട് ചെയ്യിപ്പിക്കാം. ഓക്കെ, സോ അറ്റ് ദ മിഡിൽ ഓഫ് T1 ALE ഈസ് അസേർട്ടഡ് ലോ ആൻഡ് ദിസ് എനേബിൾസ് ദ എക്സ്റ്റേണൽ അഡ്രസ് ലാച്ച്. അതായത് ലാച്ചിലൂടെ എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ സ്റ്റോർ ചെയ്തിട്ടുള്ള ലോ ബൈറ്റ് അഡ്രസ്, അതായത് അഡ്രസ് AD0 to AD7 സ്റ്റോർ ചെയ്തിട്ട് ലോ ബൈറ്റ് അഡ്രസ്സിനെ എവിടെ സ്റ്റോർ ചെയ്യും, ലാച്ചിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, സോ അറ്റ് ദ മിഡിൽ ഓഫ് T1 ALE ഈസ് അസേർട്ടഡ് ലോ ആൻഡ് ദിസ് എനേബിൾസ് ദി എക്സ്റ്റേണൽ അഡ്രസ് ലാച്ച് to take the low byte of the address and keep on its output lines. Okay, ഇനി നമുക്ക് രണ്ടാമത്തെ T സ്റ്റേറ്റിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇൻ ദ സെക്കൻഡ് T സ്റ്റേറ്റ് എന്താ സംഭവിക്കുന്നത്, T2 the memory is requested for read ഓപ്പറേഷന് നമുക്ക് റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ RD bar എന്തായിരിക്കണം, ലോ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ RD bar നമ്മൾ എന്ത് ചെയ്തു, ലോ ആക്കി. ഓക്കെ, സോ ഇൻ ദ സെക്കൻഡ് T സ്റ്റേറ്റ് memory is requested for read by asserting read line low. Okay, so when read is asserted low, എന്താ സംഭവിക്കുക, memory is enabled for placing the opcode on the data bus. Okay, അപ്പോൾ നമ്മളിത് ഇനിയിപ്പോൾ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, ഡാറ്റ ബസ് ആയിട്ടാണ് AD0 to AD7 ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത്, നമ്മൾ റീഡ് ലോ ആയിട്ട് അസേർട്ട് ചെയ്ത സമയത്ത് memory is enabled for placing the opcode on the data bus. Okay, the time allowed for the memory to output the opcode എന്ന് പറയുന്നതാണ്, it is the time during which എന്താണ്, the read remains low. read remains low ആയിരിക്കുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെമ്മറിന്ന് നമ്മൾ ഓപ്കോഡിനെ ഔട്ട്പുട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ when the read is asserted low, the memory is enabled for placing the opcode on the data bus. So the time allowed for the memory to output the opcode is the time during which എന്താണ്, read remains low. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് തേർഡ് T സ്റ്റേറ്റ് ആണ്. ഓക്കെ, സോ ഇൻ ദ തേർഡ് T സ്റ്റേറ്റ് എന്താണ് സംഭവിക്കുന്നത്, ദ റീഡ് സിഗ്നൽ ഈസ് അസേർട്ടഡ് ഹൈ. സോ എന്താ സംഭവിക്കുക, ഓൺ ദ റൈസിംഗ് എഡ്ജ് ഓഫ് ദ റീഡ് സിഗ്നൽ the opcode will be latched to the opcode is latched into the microprocessor. Okay, so other control signals remains in the same state until the next machine cycle. Okay, അപ്പോൾ T3 എന്നുള്ള സ്റ്റേറ്റിൽ എന്താണ് സംഭവിക്കുന്നത്, റീഡ് സിഗ്നൽ നമ്മൾ ഇറ്റ് ഈസ് അസേർട്ടഡ് ഹൈ. Okay, so on the rising edge of the read signal opcode is latched into the microprocessor. ബാക്കി എല്ലാ കൺട്രോൾ സിഗ്നൽസും എന്തായിരിക്കും, remains in the same state until the next machine cycle. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചു ഇതിൽ 3 T സ്റ്റേറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ പഠിച്ചു 4 T സ്റ്റേറ്റ്സ് ഉള്ളതിൽ ഫസ്റ്റ് 3 T സ്റ്റേറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ ഫെച്ചിങ് ദ ഓപ്കോഡ് ഫ്രം ദ മെമ്മറി ആൻഡ് ദ റിമൈനിങ് T സ്റ്റേറ്റ്, അതായത് ഇപ്പം 4 T സ്റ്റേറ്റ് ഉള്ള അല്ലെങ്കിൽ നമ്മൾ എത്ര പറഞ്ഞിട്ടുള്ളത് 6 T സ്റ്റേറ്റ് വരെ ആവാം, നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് 4 T സ്റ്റേറ്റ് ആണ്. അപ്പോൾ അതിൽ 3 T സ്റ്റേറ്റ് നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നു, യൂസ്ഡ് ഫോർ ഫെച്ചിങ് ദ ഓപ്കോഡ് ഫ്രം ദ മെമ്മറി ആൻഡ് ദ റിമൈനിങ് ഒരു T സ്റ്റേറ്റ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഫോർ ദ ഇന്റേണൽ ഓപ്പറേഷൻസ് ബൈ ദി പ്രൊസസർ. ഓക്കെ, അപ്പോൾ നാലാമത്തെ T സ്റ്റേറ്റിൽ ആക്ച്വലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ the fourth T state is used by the processor for internal operations, അതായത് to decode the instruction and encode into various machine cycles and also for completing the task that is specified by the 1 byte instruction. Okay, ഈ T4 എന്നുള്ള സ്റ്റേറ്റിൽ അഡ്രസ്സും ഡാറ്റാ ബസ്സും ഹൈ ഇംപിഡൻസ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഓപ്കോഡ് ഫെച്ച് മെഷീൻ സൈക്കിൾ ഓഫ് 8085. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ലൈവ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു സ്റ്റുഡൻസ്.